ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളിതാ നടന്ന് ഭംഗിയൊക്കെ ആസ്വദിച്ച് പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോവുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതല്ല കേട്ടോ സംഭവം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇന്ന് രാവിലെ തന്നെ കംപ്ലൈൻ്റ് ആയി. 2-3-4 ദിവസം മുമ്പാണ് നമ്മൾ ബാറ്ററിയൊക്കെ മാറ്റി കംപ്ലൈൻ്റ് ഒക്കെ തീർത്തതെങ്കിലും വീണ്ടും കംപ്ലൈൻ്റ് ആയി. എന്ത് പറ്റിയെന്നറിയില്ല. അപ്പോൾ ബൈ ദ വൈ നമ്മൾ നടന്നിങ്ങനെ പോകുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് ഇതാ നിൽക്കുന്നു ഇവനെ കണ്ടത്. ഇവനെ പറഞ്ഞു എന്തേ നടക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ വണ്ടി ഇങ്ങനെ കംപ്ലൈൻ്റ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാൽ എൻ്റെ വണ്ടി എടുത്ത് പോയിക്കോ. അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് വണ്ടി വേണ്ട ഞാൻ ഓട്ടോ അല്ലേ ഓടിക്കുന്നത്. അങ്ങനെ വണ്ടി എടുത്തതാ മഞ്ചേരിയാണെന്ന് ലൊക്കേഷന് ഡി ഹോംസ് വില്ല. മഞ്ചേരിയുടെ ഹൃദയഭാഗം സ്ഥിതി ചെയ്യുന്ന പരസ്യങ്ങളിലൊക്കെ ഉണ്ടാവാറില്ലേ മഞ്ചേരിക്ക് എന്തുകൊണ്ടാണ് ഇത്ര ഭംഗി എന്നൊക്കെ പറഞ്ഞു കണ്ട്. അപ്പോൾ ഡി ഹോംസ് വില്ലയാണിത്. അങ്ങനെ അവിടെ എത്തി കസ്റ്റമർ എടുത്തു. സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ആയിരുന്നു. അത് എടുത്തു ട്രെയിനിങ് തുടങ്ങി. മഞ്ചേരി ആയതുകൊണ്ടും നമ്മുടെ സ്ഥലമായതുകൊണ്ടും നമുക്ക് വളരെ പരിചിതമായതുകൊണ്ട് എല്ലാ റോഡും നമ്മൾ കവർ ചെയ്തു. സിഗ്നലൊക്കെ ഇടയ്ക്ക് ഇതാ അവർ പറഞ്ഞ് ജ്യൂസ് കുടിക്കല്ലേ എന്നാലേന്ന്. അപ്പോൾ ചില കസ്റ്റമേഴ്സ് നമ്മളെ നിർബന്ധിച്ച് കുടിപ്പിക്കും കേട്ടോ ജ്യൂസ്. അപ്പം നമ്മളതാ അവിടെ പോയി ഫ്രഷ് ചെയ്യുന്ന ഒരു ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ അതാ ഈ കാണുന്ന മൂന്നാറല്ല കേട്ടോ മഞ്ചേരിയാണ്. മഞ്ചേരിയുടെ യൂണിറ്റി ഹിൽസ് എന്ന് പറയുന്ന യൂണിറ്റി മലയാണത്. അടിപൊളി വ്യൂസാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അവരും തന്നെ ആദ്യമായിട്ടാണ്. അങ്ങനെ ഉച്ചഭക്ഷണം കഴിക്കാൻ ഫർസയിലെത്തി. ഭക്ഷണം കഴിച്ചു. അടിപൊളിയായിരുന്നു ഫുഡ്. അവർ മീൽസും ഞാൻ ബിരിയാണി. അങ്ങനെ അതാ തിരിച്ച് ഡി ഹോംസിൽ തന്നെ വന്നു. അൽഹംദുലില്ലാ യാതൊരു കുഴപ്പങ്ങളും ഇല്ല. നല്ലപോലെ അവർ ഓടിക്കുന്നുണ്ട്. ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവർക്ക് തീർത്തു കൊടുത്തു. അവരുടെ ജിമ്മിൽ പോവാൻ, കുട്ടികളെ ട്യൂഷൻ വിടാൻ, പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ ബഡ്ജറ്റ് കാര്യങ്ങൾ ഒക്കെ പർച്ചേസിങ്ങിനൊക്കെയാണ് വണ്ടി എടുക്കേണ്ട ആവശ്യം വരുന്നത്. ഹസ്ബൻഡിൻ്റെ അടുത്ത് വേറെ വണ്ടിയും ഉണ്ട്, ക്രിസ്റ്റ ഹൈക്രോസ്. അപ്പോൾ ഇതാ ഡി ഹോംസിലെത്തി. അവരെ സേഫായിട്ട് വീട്ടിലെത്തിച്ചു. അവർ ഹാപ്പി, നമ്മളും ഹാപ്പി. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സംഭവം ഒരാളുടെ മുഴുവൻ ദിവസം മാറ്റിമറിക്കാൻ മതി. സഹായിച്ച എൻ്റെ സുഹൃത്തിന് ഈ സമയത്ത് ഒരുപാട് നന്ദി. നാളെ മറ്റൊരു പുതിയ യാത്രയുമായി വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ.